Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU S1 Mathsൽ സെക്കൻഡ് യൂണിറ്റിൽ റിവിഷൻ ക്ലാസ് ആണ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് മൾട്ടിവേരിയബിൾ ഡിഫറൻസിയേഷൻ. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ്. സോ ലെറ്റ് us start. ഫസ്റ്റ് നമുക്ക് ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കാം. എന്താണ് നമുക്ക് ചെയ്യേണ്ടത് നോക്കാം. അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താ, എഫ് എക്സ് ആണ്. ദാറ്റ് ഇസ് എഫ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് നോട്ട് വൈ നോട്ട്, അതായത് എക്സ് ആൻഡ് വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. അപ്പോൾ എഫ് സബ്സ്ക്രിപ്റ്റ് എക്സ് എന്താ മീൻ ചെയ്യുന്നത്, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് മീനിങ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെഡ്, ഇവിടെ എഫ് ഉദ്ദേശിക്കുന്നത് എന്താ, സെഡ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, കാരണം എഫ് എക്സ് ആണ് അല്ലെ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് along the curve C at the point x naught y naught, അതുകൊണ്ടാണ് at x naught y naught എന്ന് ഉദ്ദേശം. It is the slope, അതായത് ഇതിനെ പറയുന്നതാണ് സ്ലോപ്പ് ഓഫ് ദ സർഫസ് z equal to f of xy. അതായത് z എന്ന് പറയുന്നത് എന്താ, f of xy ആണ്. ഓക്കെ, ഈ സർഫസ് ആണ്, അതിന്റെ സ്ലോപ്പ് ആണ് ഇൻ എക്സ് ഡയറക്ഷൻ. അതാണ് ഇമ്പോർട്ടൻറ്റ്, ഇൻ എക്സ് ഡയറക്ഷൻ. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ് ഡയറക്ഷനിലാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. അത് മാത്രമല്ല എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിലാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് മെൻഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ വൈസ് വേഴ്സ, അതായത് z ഇൻ ടേംസ് ഓഫ് y പറയുകയാണെങ്കിലോ ഡോ z ബൈ ഡോ y, അതായത് എഫ് വൈ at x naught y naught എന്തായിരിക്കും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു y along the curve C at the point x naught y naught അല്ലെ, വിത്ത് റെസ്പെക്ട് ടു y ആണ് വരിക. ഇനി ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ സർഫസ്. ഈ z equal to f of xy എന്ന് പറയുന്ന സർഫസിന്റെ സ്ലോപ്പ് ആയിരിക്കും, പക്ഷേ ഏത് ഡയറക്ഷനിലായിരിക്കും, y ഡയറക്ഷനിലായിരിക്കും, at the point x naught, y naught. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം നോക്കാം. Find the rate of change of f of xy is equal to x into e raised to minus y plus 5y with respect to y at the point 4, 0 with x held fixed. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കണം എന്നില്ല. അപ്പോൾ നമുക്ക് പകരം വിത്ത് റെസ്പെക്ട് ടു വൈ ഡയറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആക്ച്വലി എഫ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഫൈൻഡ് എഫ് വൈ എന്നും ചോദിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണണം അല്ലെ, സ്ലോപ്പ് കാണണം വൈ ഡയറക്ഷനിൽ. അതാണ് ഇതിന്റെ മീനിങ്. ഇനിയും നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട് 4, 0, അതായത് എക്സ് നോട്ട് 4ഉം y നോട്ട് എന്ന് പറയുന്നത് 0, അത് തന്നിട്ടുണ്ട് അല്ലെ. ഇനി എഫ് ഓഫ് എക്സ് വൈ തന്നിരിക്കുന്ന എഴുതാം, എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ പ്ലസ് 5y. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന മീനിങ് എന്താ, സ്ലോപ്പ് ഓഫ് ദ സർഫസ് ആണ് അല്ലെ. z equal to f of xy എന്ന് പറയുന്ന സർഫസിന്റെ സ്ലോപ്പ് ആണ്, അതായത് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ പ്ലസ് 5y എന്ന് പറയുന്ന സർഫസിന്റെ സ്ലോപ്പ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, ഡോ z ബൈ ഡോ y. അപ്പോൾ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് കൺസിഡർ ചെയ്യണേ. അപ്പോൾ നമുക്കറിയാം എക്സ് എന്തായിരിക്കും, അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ വൈയുടെ ടേംസ് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈയിൽ എക്സ് കോൺസ്റ്റന്റ് ആണ്. ഓൾറെഡി ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എക്സ് ഹെൽഡ് ഫിക്സ്ഡ്. അങ്ങനെ തന്നിട്ടില്ലെങ്കിലും ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് അല്ലെ, കാരണം എന്താ, നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. സോ എക്സ് മാറ്റി എഴുതുക, എന്നിട്ട് അതിന്റെ കൂടെ ഇ റേസ് ടു മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ഇ റേസ് ടു മൈനസ് വൈയുടെ ഇ റേസ് ടു മൈനസ് വൈ തന്നെയാണ്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. ഇൻറ്റു റേസ് ടു പവറിൽ എന്താണുള്ളത്, മൈനസ് വൈ ആണ്. മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താ, -1. അപ്പോൾ അത് നമ്മൾ പ്രോഡക്റ്റ് ആയി എഴുതാം. ഓക്കെ, ചെയിൻ റൂൾ. പ്ലസ് ഇനി 5y ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y, 5 കോൺസ്റ്റന്റ്, yയുടെ ഡെറിവേറ്റീവ് എന്താ, 1. സോ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു -1 പ്ലസ് 5, ഇതാണ് നമുക്ക് എക്സ്പ്രഷൻ കിട്ടുക. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ വൈ എന്താണ്, മൈനസ് എക്സ് ഇ റേസ് ടു മൈനസ് വൈ പ്ലസ് 5. ഇനി അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട്, അതായത് 4, 0 നമ്മൾ എന്ത് ചെയ്യണം, എക്സിന് 4 കൊടുക്കുക. ഇനി y എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ 0 കൊടുക്കുക. ഓക്കെ, അപ്പോൾ -4 ഇ റേസ് ടു -0, ഏത് ടേം റേസ് ടു 0 വന്നാലും റേസ് ടു -0 വന്നാലും അത് 1 ആണ്. സോ -4 പ്ലസ് 5, അതായത് 1 ആണ് ആൻസർ. Next, implicit partial differentiation. If the equation f of x, y, z is equal to c, define z implicitly as a differentiable function of x and y. z എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇംപ്ലിസിറ്റ്ലി ഒരു ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഇഫ് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആൻഡ് ഇഫ് ഡോ എഫ് ബൈ ഡോ സെഡ് നോട്ട് ഈക്വൽ ടു 0, ഡോ എഫ് ബൈ ഡോ സെഡ് 0 ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഡോ സെഡ് ബൈ ഡോ എക്സിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ എഫ് ബൈ ഡോ സെഡ്. ക്ലിയർ ആയല്ലോ. അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ്, അതായത് സെഡ് ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ z ഇൻ ടേംസ് ഓഫ് x കാണാൻ ആദ്യം എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് z ചെയ്യണം. ഓക്കെ, പക്ഷെ കണ്ടീഷൻ എന്താ, ഡോ എഫ് ബൈ ഡോ സെഡ് മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു 0. ആ ഡിനോമിനേറ്ററിൽ വരുന്ന ടേം ആണ്. സോ മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ എഫ് ബൈ ഡോ സെഡ്. അതേപോലെ ഡോ സെഡ് ബൈ ഡോ വൈ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ എഫ് ബൈ ഡോ സെഡ്. ഇനി ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, അതായത് ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് പിന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവിനേക്കാൾ ഹയർ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഇപ്പം നമ്മൾ നേരത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എഫ് എക്സും എഫ് വൈയും കണ്ടു അല്ലെ, അത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ്. ഇനി ഇതിന്റെ കൂടുതൽ ഡെറിവേറ്റീവ്സ് കണ്ടാണെങ്കിൽ, സപ്പോസ് എഫ് എക്സിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ കാണാണ്. ഓക്കെ, അപ്പൊ അതെന്തായി, എഫ് എക്സ് എക്സ് ആയി അല്ലെ. അപ്പൊ സോ സെക്കൻഡ് ഓർഡർ ആയി അല്ലെ ഡിഗ്രി. സോ അപ്പോൾ നമ്മളിവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് എഫ് എക്സ് എക്സ്. അതേപോലെ എഫ് വൈ വൈ. ഇനി എഫ് എക്സ് വൈ എങ്ങനെ വരിക, ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. അതായത് എഫ് എക്സിന് വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡെറിവേറ്റീവ് കാണാണ്. സോ അതിനെങ്ങനെ എഴുതാം, എഫ് എക്സ് വൈ. അതേപോലെ തന്നെ എഫ് വൈ എക്സ് എന്താ, ഓർഡർ ശ്രദ്ധിക്കണം. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ എന്നും ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ആണ് എഫ് വൈ എക്സ് ആണ്. ഇതിനെയാണ് മിക്സഡ് പാർഷ്യൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. അതായത് എക്സും വൈയും, അതായത് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കാം ആൻഡ് വൈസ് വേഴ്സ അങ്ങനെ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാം. ഷോ ദാറ്റ് ദ ഇക്വേഷൻ u of x, t is equal to sin of x minus ct satisfies the wave equation dou square u by dou t square is equal to c square into dou square u by dou x square. അപ്പോൾ ഇവിടെ വേവ് ഇക്വേഷൻ, ഇത് ശരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ ഒരു യൂണിറ്റിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വേവ് ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് S2 വരുന്നതാണ്. സോ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ, വേവ് ഇക്വേഷൻ. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കൺസേൺ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് എന്താണ്, സൈൻ ഓഫ് എക്സ് മൈനസ് സി ടി. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യണം ഈ യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് സാറ്റിസ്ഫൈസ് ദ ഗിവൺ ഇക്വേഷൻ. അപ്പോൾ യു ഓഫ് എക്സ് ടി തന്നിരിക്കുന്നത് എഴുതാം, സൈൻ ഓഫ് എക്സ് മൈനസ് സി ടി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ടേംസ് എന്തൊക്കെയാണ്, ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി അറിയാം, ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ വേണം. അപ്പോൾ അതിന് ആദ്യം നമുക്ക് ഡോ യു ബൈ ഡോ ടി വേണം. എന്നിട്ട് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു ടി പാർഷ്യൽ ഡെറിവേറ്റീവ് കാണും. അതേപോലെ ഡോ യു ബൈ ഡോ എക്സ് അല്ലേ. സോ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 തവണ ഡിഫറൻഷിയേഷൻ കാണണം. സോ ഡോ യു ബൈ ഡോ എക്സ് എന്താ കിട്ടുക, സൈൻ ഓഫ് എക്സ് മൈനസ് സി ടിയുടെ ഡെറിവേറ്റീവ്, അതായത് കോസ് ഓഫ് എക്സ് മൈനസ് സി ടി. ഇനി ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ. അപ്പോൾ ശരിക്കും ഈ ആംഗിളിന്റെ ഡെറിവേറ്റീവ് നമുക്ക് പ്രോഡക്റ്റ് കാണാം. ദാറ്റ് ഈസ് എക്സ് മൈനസ് സി ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണാം. അപ്പോൾ ശരിക്കും അവിടെ എക്സ് മാത്രമേ വേരിയബിൾ ഉള്ളൂ, കാരണം പാർഷ്യല് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ്. അപ്പോൾ ടി കോൺസ്റ്റന്റ് ആണ്. സോ മൈനസ് സി ടിയുടെ ഡെറിവേറ്റീവ് 0 വരും. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ 1. സോ ഇൻറ്റു 1 തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാത്തത്, കോസ് ഓഫ് എക്സ് മൈനസ് സി ടി തന്നെയാണ് വരും. ഇനി അഗെയിൻ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കണ്ട കോസിന്റെ എന്തായിരിക്കും, മൈനസ് സൈൻ എക്സ് മൈനസ് സി ടി. ഓക്കെ, ഇനി ഡോ യു ബൈ ഡോ ടി, അതായത് യു വിത്ത് റെസ്പെക്ട് ടു ടി നമുക്ക് ചെയ്യണം. സോ സൈനിന്റെ ഡെറിവേറ്റീവ് എന്താ, കോസ് ആണെന്ന് അറിയാം, കോസ് ഓഫ് എക്സ് മൈനസ് സി ടി. നേരത്തെ പറഞ്ഞ പോലെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് സി ടി വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ എക്സ് മൈനസ് സി ടി വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ ടി ഓഫ് എക്സ് മൈനസ് സി ടി എന്താ വരാം, എക്സിന്റെ നമുക്ക് 0 കിട്ടും. ഓക്കെ, കാരണം എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് വരും. സി ടിയുടെ നമുക്ക് മൈനസ് സി കോൺസ്റ്റന്റ് ആണ്, അത് മാറ്റി എഴുതി. ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി 1. സോ ഇത് 0 ആണ്. സോ 0 മൈനസ് സി ഇൻറ്റു 1 ദാറ്റ് ഇസ് മൈനസ് സി ആണ് വരും. അപ്പോൾ അതാണ് ഇവിടെ മൈനസ് സി എന്ന് എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി വീണ്ടും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യൽ കാണുമ്പോൾ മൈനസ് സി നേരത്തെ എഴുതിയതാണ്. എഗെയിൻ മൈനസ് കോസിന്റെ എന്താ, മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് സി ടി. എഗെയിൻ എക്സ് മൈനസ് സി ടിയുടെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു മൈനസ് സി വരില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സി ഇൻറ്റു അതായത് ഇവിടെ മൈനസ് സി ഉണ്ട്, ഇവിടെ ഒരു മൈനസ് സി ഉണ്ട്. എഗെയിൻ ഇതിന്റെ ഉള്ളിൽ ഒരു മൈനസ് ഉണ്ട് അല്ലേ, കോസിന്റെ മൈനസ് സൈൻ അല്ലേ. സോ 3 മൈനസ് വരും. അപ്പോൾ ടോട്ടലി 3 മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് തന്നെയാണ് ആൻസറിൽ വരിക. ആ മൈനസ് ഉള്ളിൽ എഴുതി. ബാക്കി സി ഇൻറ്റു സി സ്ക്വയർ സൈൻ ഓഫ് എക്സ് മൈനസ് സി ടി അല്ല. അപ്പോൾ സി സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് സി ടി. ഇനി ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ നമുക്ക് ചെക്ക് ചെയ്യാം, പ്രൂവ്ഡ് ആയോ ചെക്ക് ചെയ്യാം. ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടിയത്
മൈനസ് സൈൻ എക്സ് മൈനസ് സി ടി. ഇനി ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ എന്താ കിട്ടിയത്? മൈനസ് സൈൻ എക്സ് മൈനസ് സി ടി പറഞ്ഞത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് അല്ലെ, അത് ഇൻറ്റു സി സ്ക്വയർ. സോ സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ, ഹെൻസ് പ്രൂവ്ഡ്. നെക്സ്റ്റ് ചെയിൻ റൂൾ ഫോർ ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സിൽ ചെയിൻ റൂൾ വരുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു 2 വേരിയബിൾസ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു വേരിയബിളും കൂടി വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മൾ എഗെയിൻ ഒരു ടേമും കൂടി വരും. അപ്പോൾ അത് മനസ്സിലാക്കുക. സോ ഇവിടെ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ്, അതായത് z എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ എക്സ് ആൻഡ് വൈ. ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് കോമ വൈ, അതായത് എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടിയും ഡിപ്പെൻഡ് ചെയ്യണം. ദെൻ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് ടി. അതായത് z എന്ന് പറയുന്നത് എക്സിനെ വൈനെ ഡിപ്പെൻഡ് ചെയ്യണം, പക്ഷെ എക്സും വൈയും എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടി എന്ന് പറയുന്ന വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യണം. സോ സെഡിന്റെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഡി സെഡ് ബൈ ഡി ടി ആണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് പറ്റില്ല. അതായത് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും പാർഷ്യൽ കണ്ടുപിടിക്കണം. കാരണം എന്താ? സെഡ് എന്ന് പറയുന്നത് എക്സിനെയും വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ എക്സും വൈയും ഡിപ്പെൻഡ് ചെയ്യുന്നത് ടീനെയാണ് അല്ലെ. സോ സെഡിനെ നമുക്ക് ഡയറക്ട്ലി നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഇനിയിപ്പോൾ ടി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേപോലെ വളഞ്ഞു പോക്ക് പിടിക്കാന്ന് പറയുന്ന പോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തിട്ട് അത് വിത്ത് റെസ്പെക്ട് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടിയും കൂടി നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് ചെയ്യണം. ക്ലിയർ ആയോ? ഇനി സെഡിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഡോ എടുക്കണം. കാരണം എന്താ? സെഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ മോർ ദാൻ 1 വേരിയബിൾ അല്ലെ. അപ്പോൾ എക്സിനെയും വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണണം. പക്ഷെ എക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓൺ ടിയും വൈ കംപ്ലീറ്റ്ലി ഓൺ ടിയും ഡെറിവേറ്റീവ് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടി ടേംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഡി സെഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ കാണാം ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. കാരണം എക്സ് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് കംപ്ലീറ്റ് വേരിയബിൾ ആയിട്ട് കംപ്ലീറ്റ് ഡിഫറൻഷ്യൽ ആയിട്ട് എടുക്കണം ഡി എക്സ് ബൈ ഡി ടി. അതേപോലെ സെഡ് വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്യാം. ഇനി ചെയിൻ റൂൾ ഫോർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഫംഗ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്. അതായത് ഇതിപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ കേസിൽ, ഇത് നമ്മൾ കംപ്ലീറ്റ് ഡെറിവേറ്റീവ്സിന്റെ കേസിലാണ് പറഞ്ഞത്. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ കേസിൽ പറയാം. അതായത് സെഡ് എക്സിനെ വൈനെ ഡിപ്പെൻഡ് ചെയ്യണം, പക്ഷെ എക്സും വൈയോ മോർ ദാൻ 1 വേരിയബിൾ, അതായത് യു ആൻഡ് വിനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടിയും എടുക്കുന്ന പോലെ പറ്റില്ല. ഇവിടെ എന്ത് ചെയ്യണം? എക്സ് വിത്ത് റെസ്പെക്ട് ടു യു ആൻഡ് വി നമ്മൾ എന്ത് എഴുതണം? പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കൺസിഡർ ചെയ്യണം. അതായത് ഡോ സെഡ് ബൈ ഡോ യു കാണണമെങ്കിൽ ഇപ്പോൾ സെഡ് എക്സ് ആൻഡ് വൈനെ ഡിപ്പെൻഡ് ചെയ്യണം ആൻഡ് എക്സ് ആൻഡ് വൈ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണേ? യു ആൻഡ് വിനെ. സോ സെഡ് വിത്ത് റെസ്പെക്ട് ടു യു ആൻഡ് വി നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ കാണാം ഇൻറ്റു എക്സ് വിത്ത് റെസ്പെക്ട് ടു യു പാർഷ്യൽ കാണാം. കാരണം എന്താ? എക്സ് എന്ന് പറയുന്നത് നോട്ട് അതായത് ഒരു വേരിയബിളിനെ മാത്രമല്ല കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വിയും ചെയ്യണം. ഇനി let f be a differentiable function of 3 variables and suppose that w is equal to f of x minus y, y minus z, z minus x. അപ്പോൾ ഇത് എങ്ങനെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് അപ്ലൈ ചെയ്യാണ്. ഷോ ദാറ്റ് ഡോ w ബൈ ഡോ എക്സ് പ്ലസ് ഡോ w ബൈ ഡോ വൈ പ്ലസ് ഡോ w ബൈ ഡോ z equal to 0. ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ടോപ്പിക്സും എക്സാക്ട്ലി ഇതേപോലെ സെയിം ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Let f be a differentiable function of 3 variables. W എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് x minus y, y minus z, z minus x ആണ്. അങ്ങനെയാണെങ്കിൽ ഡോ w ബൈ ഡോ എക്സ് പ്ലസ് ഡോ w ബൈ ഡോ വൈ പ്ലസ് ഡോ w ബൈ ഡോ z ഈക്വൽ ടു 0 പ്രൂവ് ചെയ്യണം നമുക്ക്. സോ w എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് മൈനസ് വൈ, വൈ മൈനസ് z, z മൈനസ് എക്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എക്സ് മൈനസ് വൈ, വൈ മൈനസ് z, z മൈനസ് എക്സിനെ വേറെ വേരിയബിൾസ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ആറും എസും ടിയും. സോ ആർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ നമ്മൾ കൺസിഡർ ചെയ്യണം, എസ് ഈക്വൽ ടു വൈ മൈനസ് z, ടി ഈക്വൽ ടു z മൈനസ് എക്സ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഏതൊക്കെ ടേംസ് വേണം അത് കണ്ടുപിടിക്കാം. അപ്പോൾ ഡോ w ബൈ ഡോ എക്സ് വേണം അല്ലേ? ഡോ w ബൈ ഡോ എക്സ് അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ചെയിൻ റൂൾ, അത് അപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് w ഇൻ ടേംസ് ഓഫ് എക്സ് നമുക്ക് വേണം അല്ലെ? w ഇൻ ടേംസ് ഓഫ് എക്സ് വേണം. പക്ഷെ നമ്മൾ എക്സ് ആൻഡ് മൈനസ് വൈ നമ്മൾ ആർ ആയിട്ട് എടുത്തു. സോ ഡോ w ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതൊക്കെ വേരിയബിൾസ് അല്ലേ? എക്സ് എന്ന് പറയുന്ന ടേമിനെ ഇവിടെ ഇപ്പോൾ ആർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ, അതുപോലെ ടി ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് എക്സ്.
എസ്സിൽ സെഡ് എസ്സിൽ എക്സ് ഇല്ല. ഓക്കെ, സോ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ആറും ടി ആണ് വേണ്ടത്. സോ ആ കൺസേൺ ടേംസിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ചെയിൻ റൂള് അപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വേണ്ടത് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. കാരണം എന്താ, ഡബ്ല്യു ഡയറക്ട്ലി വിത്ത് റെസ്പെക്ട് എക്സ് ആണ് കാണേണ്ടത്, പക്ഷെ ഇവിടെ ഡബ്ല്യു ഡിപ്പെൻഡ്സ് ഓൺ ആർ ആൻഡ് ആർ ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. ക്ലിയർ ആയോ? അതേപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ വൈ ടേം കോൺസ്റ്റന്റ് 0 ആയിപ്പോൾ എക്സിന്റെ എന്താ 1. സോ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഇൻറ്റു 1 പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് എന്താ വരിക? -1. അതായത് z മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ? -1. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി, അത് ഒരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ ബാക്കി ടേംസും കണ്ടുപിടിക്കാം. ഡോ ഡബ്ല്യു ബൈ ഡോ വൈയും ഡോ ഡബ്ല്യു ബൈ ഡോ സെഡും. അപ്പൊ ആ കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ വൈ എടുക്കുമ്പോൾ വൈ എന്ന് പറയുന്ന ടേം വരുന്ന ടേംസ് മാത്രം എടുത്താൽ മതി. അതായത് ഇപ്പൊ നമുക്ക് ആറും എസും എടുക്കേണ്ട കാര്യമുള്ളൂ. ക്ലിയർ ആയോ? ആറിലും എസിലും മാത്രം വൈയുടെ ടേംസ് ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ എസിലും ടിയിലും മാത്രമേ നമുക്ക് സെഡിന്റെ ടേംസ് വരുന്നുള്ളൂ. അപ്പൊ ആ കൺസേൺ ടേംസ് മാത്രം ഇതേപോലെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. രണ്ട് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ എസ്. അതേപോലെ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് എന്താ കിട്ടുക? മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി. ഇനി ഈ 3 ഇക്വേഷൻസും ആഡ് ചെയ്യാം. കാരണം 3 എൽ എച്ച് എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ക്വസ്റ്റ്യനിലെ ഇക്വേഷൻ കിട്ടുക, അല്ലെ? അപ്പൊ ആർ എച്ച് എസ് എന്താ കിട്ടുക നോക്കാം. നമുക്ക് ആർ എച്ച് എസ് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടേംസും ക്യാൻസൽ ആവും. അപ്പോൾ ആൻസർ 0 ആണ് കിട്ടുക. ഹെൻസ് പ്രൂവ്ഡ്. നെക്സ്റ്റ്, ഡിഫറൻഷ്യൽസ്. If z equal to f of xy is differentiable at x0 y0, then total differential of z at x0 y0 is. അതായത് z എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് x and y ആണ്. ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് x0 y0 ആണ്. ദെൻ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് z at x0 y0 എങ്ങനെ മെൻഷൻ ചെയ്യാം? dz equal to fx at x0 y0 into dx plus fy at x0 y0 into dy. അല്ലെങ്കിൽ ഇതിനെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ fx of x, y dx plus fy of x, y dy. ഓക്കെ, ഇനി ഇതിൽ dx ഉം dy എന്താ? ഇൻക്രിമെന്റ് ഓഫ് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും ആണ്. ഓക്കെ, ഇനി എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ചെക്ക് ചെയ്യാം. ആക്ച്വൽ വാല്യൂ മൈനസ് അപ്രോക്സിമേറ്റ് വാല്യൂ, ഇതാണല്ലോ എറർ വരാം. ആക്ച്വൽ വാല്യൂ മൈനസ് അപ്രോക്സിമേറ്റ് വാല്യൂ. അപ്പൊ അതിന് നമ്മൾ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് നോട്ട്. എക്സ് എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂം, എക്സ് നോട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ. ക്ലിയർ ആയോ? ഇനി റിലേറ്റീവ് എറർ ഓർ പ്രൊപ്പോർഷണൽ എറർ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ കിട്ടിയ എറർ ഇല്ലേ, അത് ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ ചെയ്യാം. അതായത് എററിന് നമ്മളിപ്പോൾ ഡെൽറ്റ എക്സ് കൊടുത്തിട്ടുണ്ട്, അല്ലെ? സോ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ എന്താ? എക്സ്. ഇനി അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അതിന്റെ മാഗ്നിറ്റ്യൂഡ്, മോഡുലസ് വാല്യൂ, മാഗ്നിറ്റ്യൂഡ് ഉദ്ദേശിച്ചത് മോഡുലസ് വാല്യൂ ആണ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി പെർസെൻറ്റേജ് എറർ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ കിട്ടിയ റിലേറ്റീവ് എററിലെ അത് ഇൻറ്റു 100 ചെയ്യാം. അപ്പൊ നമുക്ക് പെർസെൻറ്റേജ് എറർ കിട്ടും. So just ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. The length and width of a rectangle are measured with errors of almost 3% and 4% respectively. Use differentials to approximate the maximum percentage error in calculated area. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതുപോലെ കാൽക്കുലേഷൻസിൽ എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻഷ്യൽസ് ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയി? അപ്പോൾ നമുക്ക് റെക്ടാങ്കിളിന്റെ ലെങ്ത്തും വിഡ്ത്തും മെഷർ ചെയ്തപ്പോൾ വന്ന എറേഴ്സ് ആണ് 3%, 4%. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലായി നമുക്ക് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സ് എന്ന് പറയുന്നത് ലെങ്ത് ആയിട്ട് എടുക്കുക, വൈ വിഡ്ത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം ഏരിയ ഫോർ റെക്ടാങ്കിൾ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് എക്സ് ഇൻറ്റു വൈ. ഇപ്പോൾ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് എ നമ്മൾ അതിനെ ഡി എ ആയിട്ട് എടുക്കാം. നേരത്തെ എഴുതിയില്ലേ? അപ്പോൾ ഇതുപോലെ ഡി സെഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താ? ഏരിയ ആണ്, അല്ലെ? ഏരിയയിൽ വന്ന എറർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അവിടെ ഡി എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ്, ഇനി നമ്മൾ ആ ഡിഫറൻഷ്യലിന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. എഫ് എക്സ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ ഡി വൈ. അതായത് എഫ് എക്സ് ഓഫ് എക്സ് വൈ, ഇവിടെ എന്താ ഫംഗ്ഷൻ? ഏരിയ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പോൾ എഫ് എക്സ് എന്താ വരിക? അതായത് ഏരിയ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കാണാം. സോ വൈ വരും, അല്ലെ? അതേപോലെ എ വൈ എന്താ വരിക? എക്സ് വരും. അതാണ് ഇവിടെ വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ഡി എ ബൈ എ, അതായത് നമുക്കിപ്പോൾ റിലേറ്റീവ് എറർ കാണാം. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? മാക്സിമം പെർസെൻറ്റേജ് എറർ ആണ്. പെർസെൻറ്റേജ് എറർ അറിയണമെങ്കിൽ റിലേറ്റീവ് എറർ കാണണം, അല്ലെ? അപ്പൊ ഡി എ ആണ് ഇപ്പൊ കിട്ടിയത്. അപ്പൊ ഡി എ ബൈ എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റീവ് എറർ കിട്ടില്ലേ? സോ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് സെയിം ചേഞ്ച് നമ്മൾ വരുത്തണം.
സോ LHSൽ നമ്മൾ DA ബൈ ഏരിയനെ A തന്നെ എഴുതി. RHSൽ Aക്ക് പകരം XY സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം എന്താ, നമുക്ക് ഇവിടെ ടേംസ് ക്യാൻസൽ ചെയ്യാനുണ്ട്. സോ RHSൽ ബൈ A എന്ന് എഴുതുന്നതിന് പകരം A XY അല്ലേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y ഉം ക്യാൻസലായി, xും ക്യാൻസലായി. ഇപ്പോൾ dx ബൈ x പ്ലസ് dy ബൈ y കിട്ടും. നെക്സ്റ്റ് റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഡുലസ് ഓഫ് ഡെൽറ്റ എ ബൈ എ ആണ്, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താ, ഈ ഡെൽറ്റ എ ഉദ്ദേശിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി എന്താ DA ആണ് അല്ലേ. സോ DA ബൈ എ. അപ്പൊ നമുക്ക് ഗിവൺ ദാറ്റ് ദിസ് മോഡുലസ് വാല്യൂ, അതായത് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.03. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ, 3% ആണ് നമുക്ക് മാക്സിമം എറർ തന്നിരിക്കുന്നത് ഏതില്, ലെങ്ത്തിൽ. അപ്പോൾ മോഡുലസ് ഓഫ് ഡെൽറ്റ എക്സ് ബൈ എക്സ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒന്നെങ്കിൽ ഈക്വൽ ടു 0.03 ആയിരിക്കും, അല്ലെങ്കിലോ ലെസ് ദാൻ ആയിരിക്കും. കാരണം എന്താ, ഇത് മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ ലെസ് ആയിരിക്കും എറർ ഉണ്ടാവും. സോ അതേപോലെ തന്നെ മോഡുലസ് ഓഫ് ഡെൽറ്റ വൈ ബൈ വൈ എന്തായിരിക്കും, അപ്രോക്സിമേറ്റ്ലി dy ബൈ y ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 4% ആണ് തന്നിരിക്കുന്നത്. സോ ലെസ് ദാൻ ഈക്വൽ ടു 0.04. ഇനി നമുക്ക് ഏരിയ, ഇത് എന്തിനാ നമ്മൾ എടുത്തത്, സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോഡുലസ് ഡെൽറ്റ എ ബൈ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പോൾ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കാരണം നമുക്കിത് രണ്ടും ആഡ് ചെയ്യണം. എന്നാലല്ലേ നമ്മൾ ഏരിയ എന്ന് പറയുന്നത് x ഇൻറ്റു y ആണ്. പക്ഷെ നമുക്ക് മാക്സിമം എറർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ലെങ്ത്തിൽ വന്ന എറർ പ്ലസ് നമുക്ക് വിഡ്ത്തിൽ വന്ന എറർ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ലെങ്ത്തിൽ വന്ന എറർ ഇപ്പോൾ റിലേറ്റീവ് എറർ നമുക്ക് കിട്ടി, ആൻഡ് ഇത് അതേപോലെ തന്നെ വിഡ്ത്തിൽ വന്ന റിലേറ്റീവ് എററും കിട്ടി. അപ്പൊ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയാൻ കാരണം എന്താ, ഇവിടെ ഇപ്പൊ നമ്മൾ ഓൾറെഡി ലെങ്ത്തിലും വിഡ്ത്തിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.03 0.04 പറഞ്ഞു. അപ്പൊ എന്തായാലും ഏരിയയിൽ വരുന്ന എററും എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് റിലേറ്റീവ് എറേഴ്സ് ഇൻ ലെങ്ത് ആൻഡ് വിഡ്ത്ത്. സോ ലെസ് ദാൻ ഈക്വൽ ടു 0.03 പ്ലസ് 0.04, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.07 ആണ് വരിക. അപ്പം ഇനി പെർസെന്റേജ് എറർ കണ്ടുപിടിക്കണം. റിലേറ്റീവ് എറർ ഇൻറ്റു 100 ചെയ്താൽ മതി. ദാറ്റ് ഇസ് 0.07 ഇൻറ്റു 100, ദാറ്റ് 7% ആണ് ആൻസർ വരുന്നത്. ഇനി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇഫ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് ദെൻ ഇറ്റ് ക്യാൻ ബി വെരി ക്ലോസ്ലി അപ്രോക്സിമേറ്റഡ് ബൈ എ ലീനിയർ ഫംഗ്ഷൻ നിയർ ദാറ്റ് പോയിന്റ്. അതായത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ, ഇത് വേറൊരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കാറുണ്ട്. എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് ആണ്. ഇറ്റ് ക്യാൻ ബി ക്ലോസ്ലി അപ്രോക്സിമേറ്റഡ് ബൈ എ ലീനിയർ ഫംഗ്ഷൻ നിയർ ദാറ്റ് പോയിന്റ്. ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഫംഗ്ഷൻ എഫിന് നമുക്ക് അതിനെ അപ്രോക്സിമേറ്റ് ആയിട്ട് വേറൊരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഇതുപോലെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ യൂസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷന് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വേറൊരു ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ L ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിലെ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതേ പോയിന്റിൽ നമുക്ക് ഇതേപോലെ വേറൊരു ലീനിയർ ഫംഗ്ഷനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ ഫോർമുലയാണത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എക്സ് നോട്ട് വൈ നോട്ടും എക്സ് വൈ. ഇപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ഹോൾ സ്ക്വയർ. ഇതും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. Find the local linear approximation L of f of x, y, z is equal to x into y into z at the point P of 1, 2, 3. Compute the error in approximation f by L at the point Q 1.001, 2.002 and 3.003. അപ്പോൾ L ഓഫ് എക്സ് വൈ സെഡ്, ഇപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ജസ്റ്റ് 2 പോയിന്റ്സ് ആണെങ്കിൽ ഇവിടെ 3 പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാം. L ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഇസ് ഈക്വൽ ടു ആദ്യം ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് പ്ലസ് എഫ് എക്സ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട്. അപ്പോൾ ഇവിടെ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്താ തന്നിരിക്കുന്നത്, 1, 2, 3 ആണ് അല്ലേ. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറയുന്നത് 1, വൈ നോട്ട് 2 ആൻഡ് സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ എഫ് ഓഫ് 1, 2, 3 അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് എഫ് എക്സ് at 1, 2, 3 into x minus x naught ന് പകരം 1 കൊടുക്കുക പ്ലസ് എഫ് വൈ at 1, 2, 3 into y minus 2 പ്ലസ് എഫ് സെഡ് at 1, 2, 3 into z minus 3. ഇനി എഫ് ഓഫ് എക്സ് വൈ സെഡ് നമുക്കറിയാം x into y into z ആണ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് 1, 2, 3 അതായത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ
എന്ത് ചെയ്യണം? എക്സിന് 1, വൈക്ക് 2, സെഡിന് 3 കൊടുക്കുക. സോ 6 കിട്ടി. ഇനി അതുപോലെ നമുക്ക് ആവശ്യമുള്ള ടേംസ് കണ്ടുപിടിക്കാം. എഫ് എക്സ് കണ്ടുപിടിക്കണം അല്ലേ? എഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് അതിൽ നമുക്ക് എക്സിനും വൈക്കും സെഡിനും എന്ത് കൊടുക്കണം? 1, 2, 3. സോ എഫ് എക്സ് എന്താ വരിക? എക്സ് വൈ സെഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പാർഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എപ്പോഴും ഈ സബ്സ്ക്രിപ്റ്റ് ഉദ്ദേശിക്കുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ എഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ ടേം ഡെറിവേറ്റീവ് കാണുമ്പോൾ 1 ആണ്, ബാക്കി ടേം കോൺസ്റ്റന്റ് ആണ്. അതിപ്പോൾ നമ്മൾ ഒരുമിച്ച് എഴുതാൻ മറക്കരുത്. കാരണം എന്താ? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണെങ്കിൽ എക്സിന്റെ 1 വരും, വൈയുടെ 0 ആൻഡ് സെഡിന്റെ 0. അപ്പൊ നമുക്ക് 1 + 0 + 0 1 ആണ് കിട്ടുക. പക്ഷെ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് വരുമ്പോൾ വൈ ഇൻറ്റു സെഡ് കോൺസ്റ്റന്റ് മാറ്റി എഴുതണം. എന്നിട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞ 1. അപ്പൊ വൈ സെഡ് ആണ് ടേം വരും. അപ്പൊ ഇത് കെയർഫുൾ ആയിരിക്കണം. ഇവിടെ പ്ലസ് അല്ല, പ്രോഡക്റ്റ് ആണ്. ഇനി നമ്മൾ ആ കൺസേൺ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എഫ് എക്സ് അറ്റ് 1, 2, 3 എന്ന് പറയുന്നത് നമുക്ക് വൈ സെഡ് ആണുള്ളത്. സോ 2 × 3 6 കിട്ടി. അതേപോലെ എഫ് വൈ കണ്ടുപിടിക്കുക. അതിൽ എറ്റ് ദ പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 3 കിട്ടും. സിമിലർലി എഫ് സെഡ് 2 കിട്ടും. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എല്ലാം കിട്ടിയ ടേംസ് എല്ലാം കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ എക്സ് വൈ സെഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി എൽ ഓഫ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ? ചോദിച്ചിരിക്കുന്നത് ഈ ഒരു പോയിന്റ്, ലാസ്റ്റ് ഒരു പോയിന്റ് തന്നിട്ടില്ലേ, ആ ഒരു പോയിന്റിൽ കണ്ടുപിടിക്കണം അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ എക്സ് വൈ സെഡിൽ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു ടേം കിട്ടുമല്ലോ, ആൻസർ കിട്ടുമല്ലോ. ദാറ്റ് ഈസ് 6 + 6 × x - 1. എക്സിന് ഇവിടുത്തെ എക്സ് കൊടുക്കുക 1.001. അതേപോലെ വൈക്ക് 2.002 ആൻഡ് സെഡിന് 3.003. അപ്പൊ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് എന്താ കിട്ടുക? 6.018. ഇനി ഈ ഒരു പോയിന്റിൽ ഇപ്പൊ തന്നിരിക്കുന്ന ലാസ്റ്റ് ആ ഒരു പോയിന്റിൽ ക്യൂ എന്ന് പറയുന്നത്, അതിൽ ഫംഗ്ഷന്റെ വാല്യൂ എത്രയും കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡില് കറസ്പോണ്ടിങ് ആ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ ഇതാണ്. ഇനി എറർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആക്ച്വൽ വാല്യൂ മൈനസ് അപ്രോക്സിമേറ്റ് വാല്യൂ. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ആക്ച്വൽ വാല്യൂ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത്. സോ അത് രണ്ടും ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ. ഇതാണ് എറർ. നെക്സ്റ്റ് നമ്മൾ റിലേറ്റീവ് മാക്സിമ പിന്നെ ആബ്സല്യൂട്ട് മാക്സിമ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിലേറ്റീവ് എക്സ്ട്രീമ ചോദിച്ചിട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. തിയറി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഈ പ്രോബ്ലം ത്രൂ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളത് ക്ലിയർ ആയിട്ട് കിട്ടും. സോ ഫൈൻഡ് ദ റിലേറ്റീവ് എക്സ്ട്രീം വാല്യൂസ് ഓഫ്, ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. f of xy is equal to 3y² minus 2y³ minus 3x² plus 6xy. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണാം. അതായത് എഫ് എക്സും എഫ് വൈയും. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ മൈനസ് എഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ ടേംസ് മാത്രം എടുക്കുക. minus 3x² 6xy വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യാം. അപ്പോൾ minus 3x² minus 3 × 2x വരും. അതായത് minus 6x. പിന്നെ 6xyയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് എന്താ വരിക? 6y. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം അല്ലെ? മൈനസ് 6x + 6y. ഇനി അതിന് ഈക്വൽ ടു 0, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് കണ്ടിട്ട് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യാം. അതിൽ നിന്ന് എക്സിന്റെ വൈഡ് ഒരു റിലേഷൻ കിട്ടും. അതായത് minus 6x + 6y = 0 അല്ലേ? അതിൽ നിന്ന് 6ഉം 6ഉം ക്യാൻസൽ ആയി പോകും. ആൻഡ് ഈ മൈനസ് എക്സ് ആർച്ചസ് കൊണ്ട് എക്സ് = y കിട്ടും. അതേപോലെ എഫ് വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 3 ടേംസ് കിട്ടും. കാരണം എഫ് വൈ ചെയ്യുമ്പോൾ ഇവിടെ എഫില് 3 ടേംസ് വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എഫ് വൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം 6y, ദെൻ സെക്കൻഡ് ടേം -2 × 3y², അതായത് -6y² പ്ലസ് 6xyയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്താ? 6x ആണ് വരുന്നത്. സോ അത് ഈക്വൽ ടു 0. ഇനി 6y - 6y² പ്ലസ് 6x, ഈ എക്സിന് പകരം നമുക്ക് ഓൾറെഡി ഇവിടെ x = y കിട്ടി അല്ലെ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പ്ലസ് 6y കിട്ടും = 0. കാരണം സിൻസ് x = y. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് നമുക്ക് ആ വൈയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം നമുക്ക് ഏതെങ്കിലും എക്സോ വൈയോ നമുക്ക് വാല്യൂസ് അറിയണം, ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ചിട്ട് ഈക്വൽ ടു 0 കൊടുത്തിട്ട് എക്സിന്റെ വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ x = y ആയതുകൊണ്ട് എക്സിന് പകരം y കൊടുത്തു. അപ്പോൾ y റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടും. 6y × 2 - y = 0. ഇതിൽ നിന്ന് മീനിങ് എന്താ? either 6y = 0 or 2 - y = 0. ഇപ്പോൾ 6y 6 പോയി കഴിഞ്ഞാൽ 0/6 0 ആയി പോകും. ഇനി y = 0 ഒരു വാല്യൂ കിട്ടി. ഇവിടെ y = 2 ഒരു വാല്യൂ കിട്ടും. സോ y 0 2. ഇത് തന്നെയല്ലേ x, അതായത് x ഉം y ഉം സെയിം അല്ല. സോ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി.
0 0 2 2 അതായത് എക്സ് എന്താണ് അത് തന്നെ y വരെ x കൊണ്ട് y ആയതുകൊണ്ട് സോ 0 0 2 2 ഈ കിട്ടിയ പോയിന്റ്സ് ആണ് എന്ത് ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പൊ അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് കണ്ടിട്ട് അത് ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പൊ അതാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കാണും. അതായത് ഇനി നമ്മളാണ് എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കാണും. അതായത് എഫ് എക്സ് എക്സും എഫ് വൈ വൈയും എഫ് എക്സ് വൈയും കണ്ടുപിടിക്കാം. ഓക്കെ, കാരണം ഡി എന്ന് പറയുന്ന ടേം കണ്ടുപിടിച്ചിട്ട് അതിന്റെ സൈനും നമ്മൾ കൺസേൺഡ് ആയിട്ട് ഒരു ടേബിൾ വരച്ചിട്ട് അതിന്റെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് എക്സ്ട്രീം വാല്യൂസ് പറയാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഡി ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചു വെക്കുക. ഡി ഈസ് ഈക്വൽ ടു എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ടേംസ് എന്താ? എഫ് എക്സ് എക്സും എഫ് വൈ വൈയും എഫ് എക്സ് വൈയും. ക്ലിയർ ആയല്ലോ? എന്നിട്ട് ഇവിടെ എഫ് എക്സും എഫ് വൈയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. അപ്പൊ അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് വീണ്ടും ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു വൈ വീണ്ടും ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എഫ് എക്സ് എന്താ? മൈനസ് 6x പ്ലസ് 6y അല്ലെ, ഇതാണ് എഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. അപ്പൊ എന്ത് വരും? മൈനസ് 6. ക്ലിയർ ആണല്ലോ? എക്സ് വരില്ല, എക്സിന്റെ ടേം നമുക്ക് 1 ആയിട്ട് കിട്ടും. സോ മൈനസ് 6 കിട്ടും. അതാണ് ഇവിടെ മൈനസ് 6 എഴുതിയിരിക്കുന്നത്. ഇനി എഫ് വൈ വൈ എന്ന് പറയുന്നത് എഫ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യും അല്ലെ, എഫ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എഫ് വൈ എന്ന് പറയുന്നത് നമുക്ക് 6y മൈനസ് 6y സ്ക്വയർ പ്ലസ് 6x ആണ്. ഇതാണ് എഫ് വൈ. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു y ചെയ്യണം. സോ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 6y സിക്സ് മൈനസ് 6y സ്ക്വയറിന്റെ എന്താ വരും? മൈനസ് 6 ഇൻറ്റു 2y ദാറ്റ് ഇസ് മൈനസ് 12y. 6xന്റെ 0 വരും. ഓക്കെ, അപ്പൊ 6 മൈനസ് 12y. അപ്പൊ ഇനി എഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? നമുക്കിപ്പോ ഓൾറെഡി എഫ് വൈ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എഫ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. ഓക്കെ, സോ അതാണ് എഫ് എക്സ് വൈ. ഇവിടെ മീനിങ് എന്താ? ഏറ്റവും ലാസ്റ്റ് എഴുതിയിട്ടില്ലേ, അതാണ് ആദ്യം ചെയ്യേണ്ട ഓപ്പറേഷൻ. അപ്പോൾ എഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് വൈ ആദ്യം ചെയ്യാം, ദെൻ അതിന്റെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യാം. അപ്പോൾ എഫ് വൈ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതാണ് എഫ് വൈ അല്ലെ. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ ആ കൂടി ഈ ടേം കൺസിഡർ ചെയ്താൽ മതി, ബാക്കിയെല്ലാം വൈ അല്ലേ. അപ്പോൾ 6xന്റെ എന്താ വരിക? 6. സോ നമുക്ക് ഇവിടെ 6 കിട്ടും. ഓക്കെ, ഇനി ഇക്വേഷൻ യൂസ്ഫുൾ ആണ്. ഇനി നമ്മൾ ഈ ടേബിൾ വരയ്ക്കുക. അപ്പൊ ആദ്യം തന്നെ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു, എക്സും വൈയും അല്ലെ. ആ വാല്യൂസ് എഴുതുക. ദെൻ എഫ് എക്സ് എക്സ് എഫ് വൈ വൈ എഫ് എക്സ് വൈ, കാരണം നമുക്ക് ഡി ആവശ്യമുണ്ട്. സോ ഡി ഈസ് ഈക്വൽ ടു എഫ് എക്സ് എക്സ് ഇൻ എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ. അപ്പോൾ ഇതിൽ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ നമ്മൾ ഇനി വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണം. അതായത് ക്രിട്ടിക്കൽ പോയിന്റ്സിൽ എഫ് എക്സ് എക്സ് എന്താണ്? നമുക്കിപ്പോൾ ഓൾറെഡി എഫ് എക്സ് എക്സ് മൈനസ് 6 ആയിട്ട് കിട്ടിയിരിക്കണം. അതിപ്പോൾ എക്സിനെ മൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും? ഇല്ല. സോ നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ മൈനസ് 6 തന്നെയാണ് രണ്ട് കേസിലും. ഇനി നെക്സ്റ്റ് എഫ് വൈ വൈ. എഫ് വൈ വൈ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 6 മൈനസ് 12y ആണ്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ ഫസ്റ്റ് പോയിന്റ് 0 0 ആണ്. സോ ഇവിടെ വൈക്ക് 0 കൊടുക്കാം. സോ 6 കിട്ടും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് കേസിൽ 2,2ല് y 2 ആണ്. സോ 6 മൈനസ് 12 ഇൻറ്റു 2 വരും. അപ്പോൾ നമുക്ക് മൈനസ് 18 ആൻസർ കിട്ടും. ഇനി അടുത്തത് എഫ് എക്സ് വൈ. എഫ് എക്സ് വൈയും നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടി. സോ അത് എക്സിനും വൈനും അനുസരിച്ച് മാറില്ല. സോ സെയിം വാല്യൂ തന്നെ. ഇനി ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് ഒന്ന് ഇറേസ് ചെയ്തോട്ടെ. അതായത് ഈ രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യാം, പ്രോഡക്റ്റ് കാണാം, എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ സ്ക്വയർ ചെയ്തിട്ട് ഇത് സബ്ട്രാക്ട് ചെയ്യണം. ക്ലിയർ ആയി? ഇപ്പൊ എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് 6 ഇൻറ്റു 6 എന്ത് വരും? മൈനസ് 6 ഇൻറ്റു 6 എന്ന് പറയുന്നത് മൈനസ് 36. ഇനി എഫ് എക്സ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 36 ആണ്. 6 സ്ക്വയർ 36 ആണ്. ഇനി ഇത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ദിസ് ഈസ് മൈനസ് 72. അപ്പോൾ അതാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ, അതായത് മൈനസ് 6 ഇൻറ്റു മൈനസ് 18 വാല്യൂ കിട്ടും. പിന്നെ മൈനസ് 6 സ്ക്വയർ, അപ്പോൾ നമുക്ക് പ്ലസ് 72 കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി ഡിയുടെ വാല്യൂ അനുസരിച്ച്, അതായത് ഡി ലെസ് ദാൻ 0 വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എഴുതുക that point is a saddle point. അപ്പോൾ 0 0ല് നമുക്ക് ഡിയുടെ വാല്യൂ നെഗറ്റീവ് കിട്ടി അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റ് എന്താണ്? സാഡിൽ പോയിന്റ് എന്ന് എഴുതി വെക്കാം. ഇനി 2,2ല് ഡി ഗ്രേറ്റർ ദാൻ 0 ആണ്. അത് മാത്രമല്ല എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? എഫ് എന്ന് പറയുന്നത് റിലേറ്റീവ് മാക്സിമം ആണ്. ഓക്കെ, അറ്റ് 2,2.
അതായത് എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0 ആണ്, ഡി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ റിലേറ്റീവ് മിനിമം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡി ഗ്രേറ്റർ ദാൻ 0, എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ എഫിന് എന്താണുള്ളത്? റിലേറ്റീവ് മാക്സിമം ആണ് അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ടാബുലർ ഫോമിലും റെപ്രസെന്റ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആബ്സല്യൂട്ട് മാക്സിമം എക്സ്ട്രീം വാല്യൂസും കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അതിൽ ഫൈൻഡ് ദ ആബ്സല്യൂട്ട് മിനിമം ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 2 plus 2x plus 2y minus x square minus y square on the triangular region in the first quadrant bounded by the lines x equal to 0, y equal to 0 and y is equal to 9 minus x. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ആബ്സല്യൂട്ട് എക്സ്ട്രീമ എന്ന് ചോദിച്ചാലും ഈ എക്സ്ട്രീമ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് എന്നാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, മാക്സിമം മിനിമം വാല്യൂസ് കണ്ടുപിടിക്കണം എന്നാണ്. അത് ആ കൂടി നിങ്ങൾ കെയർഫുൾ ആയിരിക്കേണ്ടത് റിലേറ്റീവ് ആണോ ആബ്സല്യൂട്ട് ആണോ ചോദിച്ചിരിക്കണതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, രണ്ടും രണ്ടാണ്. റിലേറ്റീവ് ആണോ ആബ്സല്യൂട്ട് ആണോ എന്ന് കെയർഫുള്ളായി ക്വസ്റ്റ്യനിൽ വായിച്ചിട്ട് ചെയ്യാം. അപ്പോൾ റിലേറ്റീവ് മാക്സിമത്തിന്റെ കേസിലാണ് നേരത്തെ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് ഫോളോ ചെയ്യുന്നത്. ഇനി ആബ്സല്യൂട്ട് മാക്സിമത്തിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു റീജിയൻ തന്നിട്ടുണ്ട്, ട്രയാങ്കുലർ റീജിയൻ എന്ന്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് കെയർഫുൾ ആയിട്ട് നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നിട്ടുണ്ട് ട്രയാങ്കുലർ റീജിയൻ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേർട്ടിസസ് വേണം ട്രയാങ്കുലർ റീജിയൻ ആകുമ്പോൾ, അല്ലെ? എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0, വൈ ഇസ് ഈക്വൽ ടു 9 മൈനസ് എക്സ് ഇങ്ങനെ തന്നിട്ടുണ്ട്. സോ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 പറഞ്ഞാൽ ഒറിജിൻ ഒരു പോയിന്റ് കിട്ടി, വേർട്ടിസ് കിട്ടി. അടുത്തത് വൈ ഇസ് ഈക്വൽ ടു 9 മൈനസ് എക്സ്. അപ്പൊ അതിന്റെ മീനിങ് വൈ ഈക്വൽ ടു 9 മൈനസ് എക്സിൽ നമ്മൾ എക്സിന് അതായത് വൈക്ക് 0 കൊടുക്കുക. വൈ 0 കൊടുക്കുമ്പോൾ 9 മൈനസ് എക്സ് 0, അതായത് എക്സ് 9 കിട്ടും. സോ വൈ 0 ആകുമ്പോൾ എക്സ് 9, സോ 9,0. ഇനി അടുത്ത് നേരെ തിരിച്ച് ചെയ്യാം. അതായത് ഇതേ ഇക്വേഷനിൽ എക്സിന് 0 കൊടുക്കുക. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു 9 മൈനസ് 0. വൈ എന്ത് കിട്ടും? 9 കിട്ടും. ദാറ്റ് മീൻസ് 0,9. എക്സിന് 0 കൊടുത്തപ്പോൾ വൈ 9 കിട്ടി. അപ്പോൾ നമുക്ക് അങ്ങനെ 3 വേർട്ടിസസ് കിട്ടും, 0 0 9 0 0 9. ഇനി ഇന്റീരിയർ പോയിന്റ്സിൽ എക്സ്ട്രീമം ഒക്കർ ചെയ്യുന്നത് എവിടെയായിരിക്കും? ക്രിട്ടിക്കൽ പോയിന്റിലായിരിക്കും. ഇതൊന്ന് റേസ് ചെയ്തോട്ടെ. നമുക്കിവിടെ ഇന്റീരിയർ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഈ റീജിയന്റെ ഉള്ളിലുള്ള പോയിന്റ്സ്, അവിടെ എക്സ്ട്രീമം ഒക്കർ ചെയ്യുന്നത് എവിടെയായിരിക്കും എന്ന് പറയും? ക്രിട്ടിക്കൽ പോയിന്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ്ട്രീമം ഒക്കർ ചെയ്യുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ കണ്ടുപിടിക്കണം, മനസ്സിലായല്ലോ? സോ ഇന്റീരിയർ പോയിന്റ്സിൽ എവിടെയാണ് ഉണ്ടാവുക? എക്സ്ട്രീമം ഒക്കർ ചെയ്യുന്നത് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഇപ്പോൾ നേരത്തെ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്ത് അതേപോലെ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് കാണുക, ഈക്വേറ്റ് ടു 0, ദെൻ എക്സ് ആൻഡ് വൈയുടെ വാല്യൂസ് കാണുക. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് കേസിൽ എഫ് തന്നിരിക്കുന്നത് എഴുതുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ നമ്മൾ എക്സിന്റെ വാല്യൂ 1 കിട്ടി. അതേപോലെ തന്നെ എഫ് വൈ കണ്ടുപിടിക്കുക, ഈക്വേറ്റ് ടു 0, ദെൻ ഫൈൻഡ് വൈ, വൈ ഇസ് ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് എന്താ കിട്ടിയത്? എക്സും വൈയും 1,1 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഇന്റീരിയർ പോയിന്റിൽ മാക്സിമം, അതായത് എക്സ്ട്രീമം പറഞ്ഞാൽ എന്താ? മാക്സിമം ആവാം, മിനിമം ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോൾ നമുക്ക് ഇന്റീരിയർ പോയിന്റിൽ ഈ ക്രിട്ടിക്കൽ പോയിന്റിലാണ് എക്സ്ട്രീമം ഒക്കർ ചെയ്യുക, അത് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബൗണ്ടറി പോയിന്റ്സ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ബൗണ്ടറി പോയിന്റ്സ് വരിക. അപ്പോൾ അതിൽ നമുക്ക് ഓരോ റീജിയൻ വൈസ്, ഇതിപ്പോൾ ട്രയാങ്കുലർ റീജിയൻ അല്ലേ, അപ്പോൾ ഒ എ, ദെൻ എ ബി, ദെൻ ബി ഒ, അങ്ങനെ 3 കറസ്പോണ്ടിങ് ലൈൻസ് സെപ്പറേറ്റ് ആയി കണ്ടുപിടിക്കണം. ആ കറസ്പോണ്ടിങ് ലൈൻസിൽ ഇതേപോലെ ബൗണ്ടറി പോയിന്റ്സ് നമുക്ക് ഇതേപോലെ എക്സ്ട്രീമം ഒക്കർ ചെയ്യുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒ എ ആണ്. അപ്പോൾ ഒ എ എന്ന് പറയുമ്പോൾ 0,0, then 9,0, ഈ 2 പോയിന്റ്സ് അല്ലേ. അപ്പൊ അവിടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ അറിയാം y 0 ആണ് അല്ലെ. വൈയുടെ വാല്യൂ 0 ആണ്, മാറുന്നില്ല. സോ നമുക്കിപ്പോ എഫിന്റെ ഇക്വേഷനിലെ അതിൽ വൈക്ക് 0 കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? വൈയുടെ ടേം ക്യാൻസൽ ആയി പോകും, 2y ക്യാൻസൽ ആവും, മൈനസ് y സ്ക്വയർ ക്യാൻസൽ ആവും. അപ്പൊ 2 + 2x - x സ്ക്വയർ. ക്ലിയർ ആയല്ലോ? 2 + 2x - x സ്ക്വയർ. ഇതാണ് നമ്മുടെ എഫ്. ഏത് കേസിൽ? ഒ എയിൽ, കാരണം y 0 ആയതുകൊണ്ട്.
ഇനി എഫ് എക്സ് കണ്ടുപിടിക്കാം. അപ്പൊ അത് ശ്രദ്ധിക്കണം. എഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എഫ് എന്താ വരിക നോക്കണം. y0 ആയതുകൊണ്ട് നമ്മുടെ എഫ് വേറെയാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മോഡിഫൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അത് തെറ്റിക്കരുത്, കെയർഫുൾ ആയിരിക്കും. അപ്പൊ എഫ് എക്സ് അറ്റ് എക്സ് വൈ എന്ന് പറയുന്നത് 2 മൈനസ്, അതായത് ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇക്വേറ്റ് ടു 0. എന്നിട്ട് എക്സിന്റെ വാല്യൂ നമുക്ക് 1 കിട്ടി. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് എന്താ? y ഓൾറെഡി 0 ആണ്, എക്സിന്റെ വാല്യൂ ഇപ്പൊ 1 കിട്ടി. സോ 1,0 ആണ് ക്രിട്ടിക്കൽ പോയിന്റ് ഓൺ OA. ഇനി അടുത്ത നമ്മൾ ഓൺ OB കണ്ടുപിടിക്കണം. OB യിൽ എന്താണ്? x equal to 0 ആണ് അല്ലെ. OB എന്ന് പറയുമ്പോൾ x equal to 0 ആണ്. 0,0 0,9 ഈ രണ്ട് പോയിന്റ്സ് ക്ലിയർ ആയല്ലോ. OB. സോ നമുക്ക് ഇവിടെ x എന്ന് പറയുന്നത് എന്താണ്? രണ്ട് കേസിലും 0 ആണ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്താവും? x ന് ടേം 0 കൊടുക്കുക. അപ്പൊ 2 + 2y - y². ഇനി fy കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ fy കിട്ടി. കാരണം വിത്ത് റെസ്പെക്ട് ടു x ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി ഇപ്പൊ x 0 ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യാം. അപ്പൊ 2 - 2y എന്നിട്ട് അത് ഈക്വൽ ടു 0 കൊടുക്കുക, y യുടെ വാല്യൂ 1 കിട്ടും. സോ 0,1 ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്? AB ആണ് അല്ലെ. സോ AB എന്ന് പറയുന്ന പോയിന്റ്, AB എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 9,0 പിന്നെ ഇവിടെ 0,9 ക്ലിയർ ആയോ? അപ്പൊ ഇതില് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ ഈ ഒരു കേസിൽ? കാരണം രണ്ടും വേരി ചെയ്യുന്നുണ്ട്, എക്സും വൈയും രണ്ട് കേസിൽ വേരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ എക്സിന്റെ വൈയുടെ റിലേഷൻ. സോ straight line equation എന്താ? y minus y1 by y2 minus y1 is equal to x minus x1 by x2 minus x1. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ x1 y1 നമ്മൾ എടുക്കുക, x1 y1 x2 y2. ഓക്കെ, അപ്പോൾ എന്നിട്ട് y minus y1 പറഞ്ഞാൽ y minus 0 divided by y2 minus y1, അതായത് 9 minus 0 is equal to x minus x1, ഇത് x minus 9 divided by x2 minus x1, that is 0 minus 9. അപ്പോൾ ഇതിൽ നിന്ന് റിലേഷൻ എന്താ കിട്ടുക? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്താൽ y is equal to എന്താ കിട്ടുക? 9 minus x കിട്ടി. ഇനി നമ്മുടെ എഫില് ഇതുപോലെ എന്ത് ചെയ്യണം? yക്ക് പകരം 9 minus x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടും, ഒരു ഇക്വേഷൻ കിട്ടും, -61 + 18x - 2x². ഇനി എന്ത് ചെയ്യണം? fx കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് ഇക്വേറ്റ് ടു 0, അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കിട്ടി. അതേപോലെ x കിട്ടി കഴിഞ്ഞാൽ ഇനി y കണ്ടുപിടിക്കാലോ. എന്ത് ചെയ്യണം? ഇതേ ഇക്വേഷനിലെ എക്സ് നമ്മൾ 9/2 കിട്ടി. അപ്പൊ നമുക്ക് y എന്ന് പറയുന്നത് ഓൾറെഡി 9 minus x ആണ്, നമുക്ക് ഈ ഒരു കേസിൽ അറിയാം. സോ എക്സിന് നമുക്ക് 9/2 കൊടുക്കുക. അപ്പൊ y യുടെ വാല്യൂ എന്താ? 9 minus 9/2, അതാണ് 9/2 തന്നെ ആൻസർ കിട്ടും. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് എന്താ കിട്ടിയത്? 9/2, 9/2. ഇപ്പൊ നമ്മൾ എല്ലാം ക്രിട്ടിക്കൽ പോയിന്റ്സും കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ? അതായത് ഇന്റീരിയർ പോയിന്റ്സിൽ ഒന്ന് കിട്ടി, പിന്നെ ബൗണ്ടറി പോയിന്റ്സിലും കിട്ടി. സോ ആ എല്ലാ ക്രിട്ടിക്കൽ പോയിന്റ്സും നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. പിന്നെ ബൗണ്ടറി പോയിന്റ്സ് ഓഫ് വേർട്ടീസസ് ഇല്ലേ, അതും കൺസിഡർ ചെയ്യണം. ഓരോ ലൈൻസിലും ഉള്ളത് കണ്ടുപിടിച്ചു, ബൗണ്ടറി പോയിന്റ്സിലും എന്തായാലും എക്സ്ട്രീമം ഒക്കെ ചെയ്യും, പിന്നെ ഇന്റീരിയർ പോയിന്റിലും. അപ്പൊ ഇന്റീരിയർ പോയിന്റില് 0,0 9,0 0,9 ഇത് ഓൾറെഡി നമുക്ക് വേർട്ടിസസ് ഉള്ളതാണ്, അവിടെയും എക്സ്ട്രീമം വാല്യൂസ് ഒക്കെ അറിയും. അപ്പൊ അതും ഇൻക്ലൂഡ് ചെയ്യണം, മറക്കരുത്. പിന്നെ 1,1 അപ്പൊ നമുക്കത് ഓൾറെഡി ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് കിട്ടിയത് ഇന്റീരിയറിൽ. നെക്സ്റ്റ് 1,0 0,1 9/2, 9/2. അപ്പൊ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് പിന്നെ 1001 9/2 9/2 ഇത് നമ്മൾ ഓൺ OAAB ആൻഡ് ഇതുപോലെ BO ഇത് മൂന്നും ചെയ്തപ്പോൾ കിട്ടിയ പോയിന്റ്സ്. ഇതെല്ലാം എന്താണ്? നമുക്ക് ഇവിടെ എല്ലാം എക്സ്ട്രീമം ഒക്കെ അറിയും. ഇനി എഫിന്റെ ഇക്വേഷൻ എഴുതാം നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് അതിൽ ഈ പറഞ്ഞ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എക്സിന് വൈക്കും. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ എക്സിന് 0 വൈക്ക് 0. സോ ഇവിടെ എന്താ കിട്ടുക? ഈ ടേംസ് എല്ലാം ക്യാൻസൽ ആവും, ഇതും 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 എല്ലാം ക്യാൻസൽ ആവും, കാരണം എക്സും വൈയും 0 അല്ല. സോ 2 മാത്രമാണ് ആൻസർ വരും. അപ്പോൾ 2 കിട്ടി. അതുപോലെ നെക്സ്റ്റ് കേസിൽ എക്സിന് 9 y 0 കൊടുക്കുക നമ്മുടെ ഫംഗ്ഷനിൽ. സോ വാല്യൂ എന്ത് കിട്ടും? -61 കിട്ടും. അപ്പൊ നമ്മൾ എക്സിന് 9ഉം വൈക്ക് 0 കൊടുക്കുക. ഏതാ? ഈ ഒരു ഫംഗ്ഷൻ അല്ലെ. 2 + 2x + 2y - x² - y². ഇപ്പൊ വൈയുടെ ടേംസ് 0 ആണ്. സോ y² 2y ടേംസ് എല്ലാം 0. ഇവിടെ 2 + 2 × 9 18 -9² അതായത് 81. അപ്പൊ ഇതിവിടെ നമുക്ക് -61 ആണ് ആൻസർ കിട്ടും. ഇതുപോലെ എല്ലാ ടേംസും ചെയ്യാം. ക്ലിയർ ആയി? എല്ലാ പോയിന്റ്സും കറക്റ്റ് ആയിട്ട് എക്സിലും വൈയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ എഫിന്റെ വാല്യൂ കിട്ടും. മനസ്സിലായി? ഫംഗ്ഷന്റെ വാല്യൂ കിട്ടും. അപ്പൊ ആബ്സല്യൂട്ട് മാക്സിമം ഇനി എവിടെയാ? ഈ ടേബിളിലെ വാല്യൂ നോക്കിയിട്ട് വേണം ചെയ്യാൻ.
ഇനി ആബ്സല്യൂട്ട് മാക്സിമം, ഈ ഫംഗ്ഷന്റെ വാല്യൂസ് നോക്കൂ, എവിടെയാണ് ഏറ്റവും മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുന്നത്? ഇത് കമ്പയർ ചെയ്യുമ്പോൾ അറിയാം 4 ആണ് മാക്സിമം വാല്യൂ. അത് ഒക്കർ ചെയ്യുന്ന പോയിന്റ് എന്താണ്? 1,1. അപ്പോൾ 1,1ലാണ് ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുന്നത്. ഇനി ആബ്സല്യൂട്ട് മിനിമം എവിടെയാന്ന് നോക്കുക, അതായത് -61 ആണ്. അതായത് കൂടുതൽ നെഗറ്റീവ് പറഞ്ഞാൽ ഏറ്റവും കുറവ് അല്ലെ. സോ മിനിമം, ആബ്സല്യൂട്ട് മിനിമം ഒക്കർ ചെയ്യുന്നത് 90ലും പിന്നെ അതേപോലെ സെയിം വാല്യൂ ഇവിടെ 09ലും ഉണ്ട്. സോ ഈ രണ്ട് പോയിന്റ്സിലും ആബ്സല്യൂട്ട് മിനിമം ഒക്കർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇനിയും ഇതാണ് ഇപ്പൊ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കെയർഫുൾ ആയിട്ട് പഠിക്കുക. താങ്ക് യു.